നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. യൂണിയൻ ബഡ്ജറ്റിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പാക്കേജുകൾ ഉൾപ്പെടുത്തി. ബീഹാറിൽ പുതിയ വിമാനത്താവളങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, ഹൈവേകൾ, ആന്ധ്രാപ്രദേശിന് പ്രത്യേക സാമ്പത്തിക സഹായം എന്നിവ 2024 ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശിനും അവിടുത്തെ കർഷക സമൂഹത്തിനും നിർണായകമായ പൊള്ളവാരം ജലസേചന പദ്ധതിക്ക് ധനസഹായം നൽകാനും പൂർത്തീകരിക്കാനുമായുള്ള സർക്കാർ പ്രതിജ്ഞാബദ്ധത ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ വർഷം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കും. ആന്ധ്രാപ്രദേശ് പുനർസംഘടനാ നിയമം ആന്ധ്രാപ്രദേശ് പുനർസംഘടനാ നിയമത്തിലെ പ്രതിജ്ഞാബദ്ധതകൾ നിറവേറ്റാൻ ഞങ്ങളുടെ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ മൂലധനത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ബഹുമുഖ ഏജൻസികൾ മുഖേന പ്രത്യേക സാമ്പത്തിക സഹായം ഞങ്ങൾ സുഗമമാക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 15,000 കോടി രൂപ ഇതോടൊപ്പം ക്രമീകരിക്കും. വരും വർഷങ്ങളിലും അധിക തുക ഉൾപ്പെടുത്തുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ബഹുമുഖ വികസന ബാങ്കുകളിൽ നിന്നുള്ള വിദേശ സഹായത്തിനുള്ള ബീഹാർ സർക്കാരിന്റെ അഭ്യർത്ഥന വേഗത്തിലാക്കുമെന്നും പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുണ്ട്. ബീഹാറിലെ വിവിധ റോഡ് പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ 26,000 രൂപ വകവരുത്തിയതായി 2024-25 ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വെളിപ്പെടുത്തി. ബഹുമുഖ വികസന ഏജൻസികളുടെ പിന്തുണയിലൂടെ കേന്ദ്രം സംസ്ഥാനത്തിന് ധനസഹായം ഉറപ്പാക്കും. റോഡ് പദ്ധതികൾക്ക് പുറമെ വിമാനത്താവളങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, കായിക സൗകര്യങ്ങൾ എന്നിവ ബീഹാറിൽ സ്ഥാപിക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ മൊത്തത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പൂർവോദയ എന്ന പേരിൽ ഒരു സമഗ്ര പദ്ധതി വികസിപ്പിക്കും. കൂടാതെ കിഴക്കൻ മേഖലയിൽ വ്യാവസായിക ഇടനാഴി സൃഷ്ടിക്കുന്നതിന് സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്.